സംരക്ഷിച്ചുകൊണ്ടുമുള്ള വികസനത്തെയാണ് ഒറ്റവാക്കിൽ നമ്മൾ സുസ്ഥിര വികസനം എന്ന് പറയുന്നത്. ഈ സുസ്ഥിര വികസനം എന്ന ടേം ഇപ്പോൾ പ്രാവർത്തികമാവുകയും അതേപോലെ തന്നെ ചർച്ചാ വിഷയമാവുകയും ചെയ്തിട്ട് വളരെ കുറഞ്ഞ കാലമേ ആയിട്ടുള്ളൂ. ഏതാണ്ട് 2015 നമ്മുടെ ഐക്യരാഷ്ട്ര പൊതുസഭ നടത്തിയ ഒരു ചർച്ചയുടെ ഭാഗമായി, വിവിധ രാജ്യങ്ങളുടെ ചർച്ചയുടെ ഭാഗമായിട്ടാണ് ഈ ഒരു സുസ്ഥിര വികസനം എന്ന ആശയത്തിന് കൂടുതൽ മൂർത്തമായ രൂപം വന്നത്. ആ ആശയത്തെയാണ് നമ്മൾ സസ്റ്റൈനബിൾ ഡെവലപ്മെന്റ് ഗോൾസ് അഥവാ SDGs എന്ന് പറയുന്നത്. ഈ സസ്റ്റൈനബിൾ ഡെവലപ്മെന്റ് ഗോൾസ്, അതായത് അത് 17 എണ്ണമാണുള്ളത്. ഈ 17 എണ്ണം വളരെ ഗൗരവത്തിൽ രാജ്യങ്ങൾ പരിഗണിക്കുകയും ആ ഗോളുകൾ നേടുന്നതിനാവശ്യമായ പദ്ധതികളും അവയെ അളക്കുന്നതിന് വേണ്ടിയുള്ള വിവിധങ്ങളായ മെഷർമെന്റുകളും ഒക്കെ നമ്മുടെ വിവിധ രാജ്യങ്ങൾ തയ്യാറാക്കിയിട്ടുണ്ട്. ഈ സസ്റ്റൈനബിൾ ഗോൾസ് നമുക്ക് ഏതൊക്കെയെന്ന് നോക്കാം. അതായത് ഒന്നാമത്തെ ഗോൾ എന്ന് പറഞ്ഞാൽ ദാരിദ്ര്യ നിർമ്മാർജ്ജനമാണ്. രണ്ടാമത്തത് മനുഷ്യരെ പട്ടിണിയിൽ നിന്ന് രക്ഷിക്കുക, വിശപ്പില്ലാത്ത ഒരു ലോകമാണ് സ്വപ്നം. മൂന്നാമത്തത് മനുഷ്യരുടെ ആരോഗ്യം, അതേപോലെ തന്നെ അവരുടെ ക്ഷേമം. ഗുണനിലവാരമുള്ള വിദ്യാഭ്യാസമാണ് നാലാമത്തേത്. അഞ്ചാമത്തേത് ലിംഗസമത്വം, ജെൻഡർ ഈക്വാലിറ്റി. അതേപോലെ ആറാമത്തേത് ശുദ്ധമായ വെള്ളവും ശുചിത്വവും. ഏഴാമത്തേത് താങ്ങാവുന്നതും ശുദ്ധവുമായ ഊർജം, അതായത് എനർജി. മനുഷ്യർക്ക് എല്ലാ രംഗത്തും ആവശ്യമുള്ള ഒരു കാര്യമാണ് എനർജി എന്നത്. അതേപോലെ തന്നെ മാന്യമായ ജോലിയും അതിനനുസരിച്ച് കൊണ്ടുള്ള സാമ്പത്തിക വളർച്ചയുമാണ് എട്ടാമത്തെ ലക്ഷ്യം എന്ന് പറയുന്നത്. ഒൻപതാമത്തേത് വ്യവസായം, അതിനെ നവീകരിക്കുകയും അതേപോലെ തന്നെ അതിനു വേണ്ട അടിസ്ഥാന സൗകര്യങ്ങളെ വികസിപ്പിക്കുകയും ചെയ്യുക എന്നതാണ്. പത്താമത്തേത് മനുഷ്യർ തമ്മിലുള്ള, വിവിധ രാജ്യങ്ങൾ തമ്മിലുള്ള, രാജ്യങ്ങൾക്കിടയിലുള്ള, അതേപോലെ തന്നെ ആ രാജ്യങ്ങളിലെ ജനങ്ങൾക്കിടയിലുള്ള അസമത്വം, ഇനീക്വാലിറ്റിയെ ഇല്ലാതാക്കുക എന്നതാണ്. 11ാമത്തേത് സുസ്ഥിരമായ നഗരങ്ങളും സമൂഹങ്ങളും, അതായത് ഓരോ രാജ്യത്തും ഉണ്ടാകുന്ന അവരുടെ ആവശ്യങ്ങൾക്ക് ഉതകും വിധം ആ സമൂഹത്തെയും ആ രാഷ്ട്രത്തെയും ഡെവലപ്പ് ചെയ്യുക എന്നതും അതിന്റെ ലക്ഷ്യങ്ങളിൽപ്പെട്ടതാണ്. 12ാമത്തേത് ഉത്തരവാദിത്തമായ ഉപഭോഗമാണ്. അതായത് വളരെ വിഭവങ്ങൾ അധികമുണ്ടെങ്കിൽ അത് ഉപയോഗിക്കുന്നതിൽ മനുഷ്യൻ പുലർത്തേണ്ട വളരെ വളരെ സെൻസിറ്റീവായ ഒരു കാര്യമാണ്. കാരണം നമുക്ക് എത്രയോ കാശും പണവും ഉണ്ട് എങ്കിൽ പോലും, വിഭവങ്ങൾ ഉണ്ട് എങ്കിൽ പോലും അവയെല്ലാം വളരെ നല്ല രൂപത്തിൽ ഉപയോഗപ്പെടുത്തുക എന്നത് ഉത്തരവാദിത്തം, റെസ്പോൺസിബിൾ യൂട്ടിലൈസർ അല്ലെങ്കിൽ കൺസംഷൻ എന്ന് പറയുന്നത് ഇതിന്റെ ഒരു ലക്ഷ്യമാണ്. അതേപോലെ തന്നെ അതനുസരിച്ച് കൊണ്ടുള്ള ഉൽപാദനങ്ങൾ, മനുഷ്യന് ആവശ്യമായ സാധനങ്ങൾ അതിന്റെ വേണ്ട അളവിലും വേണ്ട രൂപത്തിലും വേണ്ട നിലവാരത്തോടും കൂടി ഉൽപ്പാദിപ്പിക്കുക എന്നതും ഈ സസ്റ്റൈനബിൾ ഡെവലപ്മെന്റ് ഗോൾസിന്റെ 12ാമത്തേത് പറയുന്നത്. അതേപോലെ തന്നെ കാലാവസ്ഥയുടെ അനുഗുണമായ രൂപത്തിൽ അവയെ സംരക്ഷിക്കുകയും അതിനനുസരിച്ച് കൊണ്ട് കാലാവസ്ഥയെ പ്രതികൂലമായി ബാധിക്കുന്ന പ്രശ്നങ്ങളെ അഭിമുഖീകരിക്കുകയും ചെയ്യുകയാണ്. അതേപോലെ തന്നെ മനുഷ്യരുടെ ജീവിതം, ഈ ഭൂമിയിലുള്ള ജീവിതവും അതേപോലെ തന്നെ കടലിലെ ജീവിതവും അതേപോലെ തന്നെ അണ്ടർ വാട്ടർ, അതായത് അക്വാറ്റിക് വേൾഡും അതേപോലെ തന്നെ കരയിലെ ജീവിതവും എന്നതാണ് 14ാമത്തേതും 15ാമത്തേതും. 16ാമത്തേത് മനുഷ്യർക്ക് സമാധാനമാണ് ഏറ്റവും പ്രധാനം. അതേപോലെ തന്നെ എല്ലാവരും നീതി ആഗ്രഹിക്കുന്നു. ശക്തമായ സ്ഥാപനങ്ങൾ, നീതിയും അതേപോലെ തന്നെ സമാധാനവും നിലനിർത്തുന്ന ശക്തമായ സ്ഥാപനങ്ങൾ ഉണ്ടായിരിക്കണം. കാരണം ഇന്ന് നമ്മുടെ ലോകത്ത് അസമാധാനമുണ്ട്. ആ അസമാധാനത്തിന്റെ കാരണങ്ങളിൽ മുഖ്യമായത് നമ്മുടെ രാജ്യത്ത് അല്ലെങ്കിൽ ലോകത്ത് നീതിയും അതേപോലെ തന്നെ സമാധാനവും സ്ഥാപിക്കാൻ ബാധ്യസ്ഥമായ സമൂഹങ്ങളും സ്ഥാപനങ്ങളും നിശബ്ദത പാലിക്കുമ്പോഴാണ് പല ആളുകൾക്കും അശാന്തിയും അനീതിയും ഒക്കെ ഉണ്ടാകുന്നത് എന്ന് നമ്മൾ തിരിച്ചറിയണം. 17ാമത്തത് ഈ മേൽപ്പറഞ്ഞ ലക്ഷ്യങ്ങൾക്കൊക്കെ വേണ്ടി രാജ്യങ്ങൾ തമ്മിൽ പങ്കാളിത്തവും സഹകരണവും ഉണ്ടാവുക എന്ന ഒരു ലക്ഷ്യം കൂടി ഇതിൽ 17ാമത്തതായി പറയുന്നു. ഇങ്ങനെ നമ്മൾ പരിശോധിക്കുന്ന പക്ഷം ഈ സസ്റ്റൈനബിൾ ഡെവലപ്മെന്റിന്റെ അനുഗുണമായി നമ്മുടെ രാജ്യം ഇന്ന് എവിടെ നിൽക്കുന്നു, അല്ലെങ്കിൽ ഓരോ രാജ്യങ്ങളും എവിടെ നിൽക്കുന്നു എന്നതിനെ നമ്മൾ പരിശോധിക്കേണ്ടതുണ്ട്. ഒന്നാമത്തെ ഈ ഗോളിൽ നമ്മുടെ രാജ്യം എന്ന് പറയുന്നത് ദാരിദ്ര്യ നിർമ്മാർജ്ജനത്തിൽ എത്രത്തോളമാണ് നമ്മുടെ ലക്ഷ്യം കൈവരിച്ചത് എന്ന് നമ്മൾ പരിശോധിച്ചാൽ മതി. കാരണം ഈ ഏറ്റവും അവസാനത്തെ 2021-ലെയും അതേപോലെ തന്നെ സെൻസസ് ഒന്നും നമുക്ക് ലഭ്യമല്ല. എന്നിരുന്നാൽ പോലും 2015-ലെ കണക്കനുസരിച്ച് ഏകദേശം
736 ദശലക്ഷം ആളുകൾ ഒരു ദിവസം 1.9, അതായത് ഒരു $2 താഴെ വരുമാനത്തിലാണ് ജീവിച്ചു വരുന്നത്. നമ്മൾ ആലോചിച്ച് നോക്കൂ, നമ്മുടെ ലോകത്തിന്റെ അവസ്ഥ എന്ന് പറയുന്നത് 736 ദശലക്ഷം ആളുകൾ അവരുടെ നിത്യവരുമാനമായി അവർക്ക് $2, അതായത് ഒരു ഡോളറിന്റെ ഇന്നത്തെ മൂല്യം നമുക്കറിയാം, അങ്ങനെയാണ് അവർ ജീവിച്ചു കൊണ്ടിരിക്കുന്നത്. അതായത് പലർക്കും ഭക്ഷണമില്ല, ശുദ്ധമായ കുടിവെള്ളമില്ല, അതേപോലെ തന്നെ ശുചിത്വ സൗകര്യങ്ങളില്ല. അതായത് ഈ അടുത്ത കാലത്ത് നമ്മുടെ രാജ്യത്തും നമ്മുടെ ലോകത്തും ഒക്കെ ഒരുപാട് പുരോഗതി ഉണ്ടായി എന്നത് കണക്കിലെടുത്താൽ പോലും ലോകത്തിലെ 10% വരുന്ന ജനത ഇന്നും ദാരിദ്ര്യത്തിലാണ് കഴിഞ്ഞുകൊണ്ടിരിക്കുന്നത് എന്നാണ് കണക്കുകൾ പറയുന്നത്. അതായത് താഴ്ന്ന വരുമാനമുള്ള രാജ്യങ്ങളിൽ കടുത്ത ദാരിദ്ര്യം ഇന്നും വളരെ കൂടുതലാണ്. കോവിഡിന്റെ മഹാമാരി, അതേപോലെ തന്നെ കഴിഞ്ഞ 20 വർഷമായി ക്രമാനുഗതമായി കുറച്ചു കൊണ്ടുവരുന്ന ദാരിദ്ര്യ നിരക്ക് വീണ്ടും വർദ്ധിപ്പിച്ചിരുന്നു. അതായത് ഈ സസ്റ്റൈനബിൾ ഡെവലപ്മെന്റ് ഗോൾസിന്റെ ഭാഗമായി പല രാജ്യങ്ങളും പല നടപടികളും സ്വീകരിച്ചുവെങ്കിലും 2019 കോവിഡ് പാൻഡമിക് ആ ഒരു ലക്ഷ്യം കൈവരിക്കുന്നതിൽ വീണ്ടും നമ്മളെ പിന്നോട്ടടിപ്പിച്ചു എന്നാണ് കണക്കുകൾ പറയുന്നത്. അതായത് ദേശീയ വികസന അജണ്ട, നമ്മുടെ രാജ്യത്തിന്റെ ദാരിദ്ര്യ നിർമ്മാർജ്ജനത്തിന്റെ അവസ്ഥ എന്ന് വെച്ചാൽ നമ്മുടെ രാജ്യത്തെ ഭക്ഷ്യധാന്യങ്ങളുടെ ശേഖരം, ഭക്ഷ്യോൽപാദനം അത് വർദ്ധിപ്പിക്കുന്നതിനും ഇന്ത്യയുടെ ശ്രമങ്ങൾ വളരെ നല്ല ഫലം കണ്ടിട്ടുണ്ട് എന്നാണ് കണക്കുകൾ പറയുന്നത്. ഭക്ഷ്യ സബ്സിഡിയും അതേപോലെ തന്നെ കാര്യക്ഷമമായ പൊതുവിതരണ സമ്പ്രദായവും ജനങ്ങളിലേക്ക് ഇപ്പോൾ ഭക്ഷ്യധാന്യങ്ങൾ എത്തിക്കുന്നതിന് മുഖ്യ പങ്ക് വഹിക്കുന്നത്. അതിൽ നമ്മുടെ ഓരോ രാജ്യത്തിനും അനുസരിച്ചുകൊണ്ട് അല്ലെങ്കിൽ സംസ്ഥാനത്തിനനുസരിച്ചുകൊണ്ട് അതിൽ കുറവുകൾ വരുന്നു എങ്കിലും നമ്മുടെ രാജ്യത്ത് ഇപ്പോഴും ബഫർ സ്റ്റോക്ക് ഉണ്ട് എന്നാണ് കണക്കുകൾ സൂചിപ്പിക്കുന്നത്. അത് അതിന്റെ യഥാർത്ഥ രൂപത്തിൽ അതിന്റെ അർഹരായ ആളുകൾക്ക് വിതരണം ചെയ്താൽ നമ്മുടെ രാജ്യത്തെ പട്ടിണി കുറെ കൂടി നമുക്ക് ഈ ദാരിദ്ര്യം നിർമ്മാർജ്ജനം ചെയ്യാനാവുമെന്ന് കണക്കുകൾ പറയുന്നത്. അതേപോലെ തന്നെ വിശപ്പ് എന്ന് പറയുന്നത് ഏറ്റവും വലിയ ദുഃഖമാണ് എന്നാണ് പറയാ. 2030 എല്ലാത്തരം പട്ടിണിയും പോഷകാഹാരക്കുറവും അവസാനിപ്പിക്കുകയാണ് SDGയുടെ ഒരു ലക്ഷ്യമായി പറയുന്നത്. എല്ലാ ആളുകൾക്കും, പ്രത്യേകിച്ച് കുട്ടികൾക്ക് വർഷം മുഴുവൻ മതിയായതും പോഷക സമൃദ്ധവുമായ ഭക്ഷണമുണ്ടെന്ന് ഉറപ്പാക്കണം. സുസ്ഥിരമായ കാർഷിക മേഖലയെ അതേപോലെ തന്നെ പ്രോത്സാഹിപ്പിക്കണം. അപ്പൊ ഈ കാർഷിക രംഗത്തുള്ള ഈ ഡെവലപ്മെന്റ് ഗോൾസ് അറ്റൈൻ ചെയ്തെങ്കിൽ മാത്രമേ വിശപ്പ് നിവാരണം സാധ്യമാകുകയുള്ളൂ. നമുക്കറിയാം, കർഷക സമരവും അതുപോലുള്ള പ്രശ്നങ്ങളും കാരണമായി നമ്മുടെ രാജ്യത്തുള്ള കാർഷിക ഉൽപാദനത്തിൽ കുറവുകൾ സംഭവിച്ചിട്ടുണ്ട് എന്ന് ഈ അടുത്ത് നമ്മൾ അനുഭവിച്ചു കൊണ്ടിരിക്കുന്ന വിലക്കയറ്റം നമ്മളോട് പറഞ്ഞുകൊണ്ടിരിക്കുന്നുണ്ട്. അതേപോലെ തന്നെ നല്ല ആരോഗ്യവും ക്ഷേമവുമാണ്. ഇങ്ങനെ തുടങ്ങി ഞാൻ ഫോക്കസ് ചെയ്യുന്ന ഒരു പ്രധാനപ്പെട്ട കാര്യം നമ്മുടെ രാജ്യത്ത് ഗുണനിലവാരമുള്ള വിദ്യാഭ്യാസം വേണമെന്നാണ്. നമുക്കറിയാം, നമ്മൾ മിക്കവരും വിദ്യാഭ്യാസ മേഖലയിൽ പ്രവർത്തിക്കുന്നവരായിരിക്കാം. ഈ ഗുണനിലവാരമുള്ള വിദ്യാഭ്യാസം എന്നതുകൊണ്ട് എല്ലാവർക്കും സമഗ്രമായും നിലവാരമുള്ളതുമായ വിദ്യാഭ്യാസം നൽകുന്നത് സുസ്ഥിര വികസനത്തിന് ഏറ്റവും ശക്തവും അതേപോലെ തന്നെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു മാർഗമാണ്. മനുഷ്യർക്ക് ക്വാളിറ്റിയുള്ള വിദ്യാഭ്യാസം നൽകുക. ഇന്ന് രക്ഷിതാക്കളായ ആളുകൾ വിദ്യാഭ്യാസത്തിന് വളരെ പ്രാധാന്യം നൽകുന്നുണ്ട്. കാരണം പലരും വിദ്യാസമ്പന്നരായതുകൊണ്ട് തന്നെ തങ്ങളുടെ മക്കൾക്ക് നിലവാരമുള്ള വിദ്യാഭ്യാസം നൽകണമെന്ന് അവർ ആഗ്രഹിക്കുന്നുണ്ട്. അതുകൊണ്ട് തന്നെ അതിനുവേണ്ടി പണം ചെലവഴിക്കുന്നതിൽ അവർ യാതൊരു മടിയും കാണിക്കാറില്ല. എന്നിരുന്നാൽ പോലും നമ്മുടെ രാജ്യത്തെ വിദ്യാഭ്യാസ നിലവാരത്തിന്റെ അവസ്ഥ നമ്മളൊന്ന് പരിശോധിച്ചു നോക്കുക. ഏറ്റവും ഒടുവിലായി പരീക്ഷാ പേപ്പറുകൾ, കാരണം ലക്ഷക്കണക്കിന് വിദ്യാർത്ഥികൾ എഴുതിയ പരീക്ഷ ചോർന്നുപോയി. അതേപോലെ തന്നെ 11 ലക്ഷത്തിലധികം ആളുകൾ എഴുതിയ നെറ്റ് പരീക്ഷ, അതും ചോർന്നുപോയി. അതേപോലെ തന്നെ പല പരീക്ഷകളും ക്യാൻസൽ ചെയ്യുന്ന ഒരവസ്ഥ ഉണ്ടായി. ഏറ്റവും ഒടുവിൽ നമ്മുടെ കേരളത്തിലെ ടെക്നിക്കൽ വിദ്യാഭ്യാസ മേഖലയിൽ ഏറ്റവും കുറഞ്ഞ വിജയ ശതമാനമാണ് ബിടെക് അതേപോലെ തന്നെ അതുപോലുള്ള രംഗത്ത് നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. ഇതൊക്കെ നമ്മുടെ രാജ്യത്തെ വിദ്യാഭ്യാസ നിലവാരത്തിന്റെ തകർച്ച സൂചിപ്പിക്കുന്നു എന്ന് നമ്മൾ കണ്ടറിയണം. അതായത് ഈ ഗുണനിലവാരമുള്ള വിദ്യാഭ്യാസം ഉറപ്പാക്കുവാൻ വേണ്ടി എല്ലാവർക്കും ആജീവനാന്ത അവസരങ്ങൾ പ്രോത്സാഹിപ്പിക്കുകയും അതേപോലെ തന്നെ അങ്ങനെ സൗകര്യമൊരുക്കുകയും ചെയ്യുക എന്നതാണ് നമ്മുടെ ഈ ഡെവലപ്മെന്റ് ഗോൾസ് എന്നുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. നിലവാരമുള്ള വിദ്യാഭ്യാസം എന്നത് വളരെ വിശദമായി ചർച്ച ചെയ്യേണ്ട ഒരു വിഷയമാണ്. എന്താണ് നിലവാരം, എന്താണ് നമ്മൾ ഒരു ക്വാളിറ്റി എഡ്യൂക്കേഷനെ നമ്മൾ അളക്കുന്നത്, എന്താണ് അതിനുള്ള മാനദണ്ഡം, എന്ത് തരം സ്കില്ലുകളാണ് നമ്മുടെ ആളുകളിൽ നിന്ന് നമുക്ക് പ്രതീക്ഷിക്കാൻ കഴിയുക, അല്ലെങ്കിൽ അതുവഴി അവരിൽ ഉണ്ടാവേണ്ട ക്വാളിറ്റി എന്താണ് എന്നതൊക്കെ നമ്മൾ ചർച്ച ചെയ്യേണ്ട വിഷയമാണ്. ഇന്ന് ബിരുദവും ബിരുദാനന്തര ബിരുദവും നേടിക്കൊണ്ട് പുറത്തു വരുന്ന ഒരാൾക്ക് പോലും അതിന്റെ അവരുടെ വിഷയമാണ് എന്നാൽ പോലും അതിൽ മര്യാദക്ക് സംസാരിക്കാനോ അത് പ്രസന്റ് ചെയ്യാനുള്ള
കഴിവും യോഗ്യതയും, യോഗ്യത എന്ന് പറയുന്നത് പേപ്പറിൽ മാത്രമാവുകയും യഥാർത്ഥത്തിൽ അവരുടെ ജീവിതത്തിൽ അതിന് കഴിവില്ലാതിരിക്കുകയും ചെയ്യുന്ന ഒരു അവസ്ഥയിൽ നമ്മൾ പലപ്പോഴും കാണാറുണ്ട്. അപ്പൊ ഈ ഗുണനിലവാരമുള്ള വിദ്യാഭ്യാസവും അതേപോലെ തന്നെ അതിനനുസരിച്ച് കൊണ്ടുള്ള വിദ്യാഭ്യാസ പ്രവർത്തനവും ഒക്കെ നമ്മുടെ രാജ്യത്ത് വളരെ ഗൗരവപൂർവ്വം കാണേണ്ട വിഷയമാണ്. ഏറ്റവും ഒടുവിൽ നമ്മൾ കണ്ടു 5 അധ്യാപികമാർ അവർക്ക് സർക്കാർ സർവീസിൽ ജോലി കിട്ടിയിട്ടും അവർ അവരുടെ വേണ്ടവണ്ണം അവരുടെ കഴിവുകൾ വിനിയോഗിക്കാതെ വിദ്യാർത്ഥികളുടെ പഠന നിലവാരം ഉയർത്താൻ വേണ്ടിയുള്ള ശ്രമങ്ങളിൽ പങ്കാളികളാകാത്തതിന്റെ പേരിൽ വയനാട്ടിലേക്കും മറ്റുമൊക്കെ അവരെ സ്ഥലം മാറ്റി എന്ന് പറയുന്ന വാർത്തയും നമ്മൾ കേട്ടുകൊണ്ടിരിക്കുന്നു. ഇങ്ങനെ ക്വാളിറ്റി എഡ്യൂക്കേഷൻ എന്നതും അതുപോലെ തന്നെ നിലവാരമുള്ള വിദ്യാഭ്യാസം എന്നതും മനുഷ്യരുടെ അവകാശമായി നമ്മുടെ ഭരണഘടനയും അതേപോലെ തന്നെ നമ്മുടെ രാജ്യത്തെ വിവിധ ഏജൻസികളും ഒക്കെ അവകാശ പോരാട്ടങ്ങളൊക്കെ നടത്തി നമ്മൾ നേടിയെടുത്തതാണ്. എന്നിരുന്നാൽ പോലും ഇത്തരത്തിലുള്ള പുഴുക്കുത്തുകൾ കാണുന്നു എന്നത് നമ്മൾ മനസ്സിലാക്കേണ്ടത്. കാരണം ഇതിനൊക്കെ യഥാർത്ഥത്തിൽ പ്രതിഷേധവും പ്രതിരോധവും ഉണ്ടെങ്കിൽ മാത്രമേ ഇത്തരം നടപടികളെ ചെറുക്കാൻ കഴിയൂ എന്ന് ഞാൻ സാന്ദർഭികമായി സൂചിപ്പിക്കുകയാണ്. 2015 91% ഏറെ നമ്മുടെ മൊത്തം വിദ്യാഭ്യാസ പങ്കാളിത്ത നിരക്ക് 91% എന്നാണ് ലോകത്തെ നിലവാരം സ്റ്റാറ്റിസ്റ്റിക്സ് പറയുന്നത്. അതായത് മനുഷ്യർ വിദ്യാഭ്യാസത്തിന് കൂടുതൽ ഊന്നൽ നൽകുന്നുണ്ട്. അതേപോലെ തന്നെ ലോകമെമ്പാടുമുള്ള വിദ്യാഭ്യാസ അവസരം കിട്ടാതെ വിദ്യാലയങ്ങൾക്ക് പുറത്ത് നിൽക്കുന്ന കുട്ടികളുടെ എണ്ണം വളരെ കുറഞ്ഞു എന്നാണ്, പകുതിയോളം കുറഞ്ഞിട്ടുണ്ട് എന്നാണ് കണക്കുകൾ പറയുന്നത്. സാക്ഷരതാ നിരക്കിൽ ഗണ്യമായ വർധന ഉണ്ടായിട്ടുണ്ട്. മുമ്പത്തേക്കാൾ കൂടുതൽ പെൺകുട്ടികൾ പെൺകുട്ടികൾ വിദ്യാലയങ്ങളിൽ എത്തിപ്പെടുന്നു. കാരണം ഇന്ന് നമ്മൾ പരിശോധിച്ച് നോക്കിയാൽ പല പെൺകുട്ടികളും വിദ്യാഭ്യാസ നിലവാരത്തിൽ വളരെ വലിയ ഉന്നത ബിരുദങ്ങൾ അവർ നേടിയെടുത്തിരിക്കുന്നു എന്ന് നമുക്ക് കാണാൻ പറ്റും. ഇതെല്ലാം ശ്രദ്ധേയമായ വിജയങ്ങളാണ്. എന്നാൽ വിദ്യാലയത്തിലുള്ള കുട്ടികളുടെ വിദ്യാഭ്യാസ നിലവാരവും കുട്ടികൾക്ക് ഉണ്ടാവേണ്ട അടിസ്ഥാന വിവരവും പല രാജ്യങ്ങളിലും വളരെ കുറവാണ്. ഇതാണ് ഞാൻ നേരത്തെ പറഞ്ഞ സ്കിൽ എഡ്യൂക്കേഷൻ എന്ന് പറയുന്നത്. ഓരോ കുട്ടികൾക്കും അതത് ക്ലാസ്സുകളിൽ ഉണ്ടാവേണ്ട അപ്രോപ്രിയേറ്റ് ലെവൽ ആയിട്ടുള്ള സ്കില്ലുകൾ ഉണ്ട്. അതായത് ലേണിംഗ്, അതേപോലെ തന്നെ ഒബ്ജക്റ്റീവുകൾ ഉണ്ട്. ഈ ലേണിംഗ് ഒബ്ജക്റ്റീവുകളെ മുൻനിർത്തിക്കൊണ്ട് പഠന പ്രവർത്തനങ്ങളെ പ്ലാൻ ചെയ്യുവാനും അതനുസരിച്ച് കൊണ്ട് പഠന പ്രക്രിയ നടത്തുവാനും പല അധ്യാപകരും തയ്യാറാവാത്തത് കൊണ്ട് തന്നെ ഓരോ ക്ലാസ്സുകളിലും കിട്ടേണ്ട പഠന നിലവാരം അവർക്ക് ഇല്ലാതെ പോകുന്നു എന്നത് നമ്മൾ കാണേണ്ട വിഷയമാണ്. അങ്ങനെ കുട്ടികളുടെ വിദ്യാഭ്യാസ നിലവാരവും കുട്ടികൾക്ക് ഉണ്ടാവേണ്ട അടിസ്ഥാന വിവരവും പല രാജ്യങ്ങളിലും വളരെ കുറവാണ് എന്നതൊരു വസ്തുതയാണ്. നമ്മുടെ രാജ്യത്തും നമ്മുടെ സംസ്ഥാനത്തും ഇത് തന്നെയാണ് അവസ്ഥ എന്ന് നമ്മുടെ അനുഭവം നമ്മളോട് പറയുന്നുണ്ട്. അതേപോലെ തന്നെ പല അന്താരാഷ്ട്ര പഠനങ്ങളും കാണിക്കുന്നത് കുട്ടികൾക്ക് അവർ എങ്ങനെ നിലവാരത്തിലുള്ള അവരുടെ ഒരു പ്രായത്തിനനുസരിച്ച് എത്തേണ്ട നിലവാരത്തിലുള്ള അറിവോ കഴിവോ ഇല്ല എന്ന് പഠനങ്ങൾ പറയുന്നുണ്ട്. അപ്പൊ ഈ ലേണിംഗ് ഗ്യാപ്പ് എന്ന് പറയുന്നത് വളരെ പ്രധാനപ്പെട്ട കാര്യമാണ്. ഈ ലേണിംഗ് ഗ്യാപ്പ് ഫില്ല് ചെയ്താൽ മാത്രമേ ഗുണനിലവാരമുള്ള വിദ്യാഭ്യാസം ഉറപ്പാക്കുവാൻ കഴിയൂ എന്നതാണ്. ഒരുപക്ഷെ നമ്മളിൽ പലരും ഈ ട്രെയിനിങ്ങിലൂടെ നമ്മൾ നേടേണ്ട, നമ്മൾ ആർജിക്കേണ്ട ഒരു പ്രധാന കഴിവ് ഇത്തരത്തിൽ ലെസ് മിസറബിൾ അല്ലെങ്കിൽ വളരെ താഴ്ന്ന നിലവാരത്തിലും സാമൂഹിക അവസ്ഥയിലുമുള്ള മനുഷ്യരെ കൈപിടിച്ചുയർത്തുവാനുള്ള ശ്രമങ്ങൾ നമ്മൾ നടത്തണം. അതിനായിരിക്കാം ഒരുപക്ഷെ ഷീനിന്റെ ഏറ്റവും പ്രധാനപ്പെട്ട ലക്ഷ്യമായി അത് ഇത്തരത്തിലുള്ള പരിപാടികൾ സംഘടിപ്പിക്കുന്നത് എന്ന് ഞാൻ വിശ്വസിക്കുന്നു. അതുകൊണ്ട് തന്നെ അത്തരം ശ്രമങ്ങളിൽ എല്ലാവരും പങ്കാളികളാവണം എന്ന ഒരു ആഗ്രഹത്തോടെയും പ്രാർത്ഥനയോടെയും ഞാൻ എന്റെ വാക്കുകൾ അവസാനിപ്പിക്കുകയാണ്. ഒരുപക്ഷെ നമുക്കിനി ഇതിന്റെ ബാക്കിയുള്ള ഭാഗങ്ങൾ പിന്നീട് ഒരിക്കൽ കൂടുതൽ വിശദമായി ചർച്ച ചെയ്യാം. ഒരുപക്ഷെ യാത്രയിൽ ഇത് അസൗകര്യം നിങ്ങൾക്ക് നേരിട്ടുണ്ടാവുമെന്ന് ഞാൻ വിചാരിക്കുന്നു. ഒരുപക്ഷെ പ്രസന്റേഷനോടുകൂടി ഇത് അവതരിപ്പിച്ചിരുന്നെങ്കിൽ കുറെ കൂടെ ഭംഗിയാവുമായിരുന്നു. ഞാൻ ആ പവർ പോയിന്റ് എല്ലാം വളരെ കൃത്യമായി തയ്യാറാക്കിയിരുന്നു. പക്ഷേ സാന്ദർഭികവശാൽ എനിക്കത് പ്രസന്റ് ചെയ്യാൻ കഴിയാതെ പോയി. നിങ്ങളുടെ സദയം അത് ക്ഷമിക്കുമെന്ന് ഞാൻ വിചാരിക്കുന്നു. ഇനി എന്തെങ്കിലും കൂടുതൽ ചർച്ചയ്ക്ക് ആവശ്യമുണ്ടെങ്കിൽ നിങ്ങളുടെ ഫീഡ്ബാക്കിന് വേണ്ടി കാത്തിരിക്കുന്നു. എല്ലാവർക്കും ഒരു നല്ല ദിവസം നേരുന്നു. താങ്ക് യു ഫോർ ലിസണിങ്.
സതീഷ് സാർ വളരെ നല്ല നിലയിൽ പ്രസൻറ്റ് ചെയ്തിട്ടുണ്ട്. ഇതിൽ സാറിൻ്റെ സാറ് യാത്രയിലായിരുന്നത് കൊണ്ടായിരിക്കാം പ്രസൻറ്റേഷൻ ഒന്നും ഇല്ലാതെ പോയതെന്ന് പറഞ്ഞു സാർ. ഏതായാലും നല്ല ഇൻഫോർമേറ്റീവ് ആയിരുന്നു കാര്യങ്ങൾ.